ഒരു ഹസ്ബൻഡും വൈഫും അവർ UK-യിലാണ്. അവർ സ്വന്തമായിട്ട് വീടുകളുടെ വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു വീട്. 49 lakhs ആണ് ഇതിന്റെ ടോട്ടൽ ഇൻക്ലൂഡിങ് എല്ലാം. പാലുകാച്ചിന് 2 ദിവസം മുന്നെയാണ് നിങ്ങൾ എത്തിയെന്ന് പറഞ്ഞത്. ഈ 2 ദിവസം മുന്നേ എത്തിയിട്ട് നിങ്ങൾ ഈ വീടിനകത്ത് കയറിയപ്പോൾ അല്ല വീടിന്റെ ഗേറ്റ് കടന്നപ്പോൾ നിങ്ങൾ ആ ഒരു തോട്ടം ഉണ്ടായിരുന്നു? ആദ്യം വന്നപ്പോൾ തന്നെ നമ്മുടെ ഉദ്ദേശിച്ചത് കറക്റ്റായി, ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഇന്റീരിയേഴ്സ് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആവുന്നപ്പോൾ മൈൻഡിലുണ്ടായിരുന്നു. സിനിമ സ്വാധീനിച്ച് ചെയ്ത എന്തെങ്കിലും കാര്യം? നമ്മുടെ ലിവിംഗിൽ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു കബോർഡ് ഉണ്ട്. ലാസ്റ്റ് ആ ക്ലൈമാക്സ് സീനിലുള്ളൊരു ശ്രദ്ധിക്കില്ല. നമസ്കാരം, ഞാൻ വിഷ്ണു. ഞാൻ വീട് ബൈ വിഷ്ണുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ ഇന്നൊരു സ്വപ്ന സുന്ദര മനോഹര ഭവനം പരിചയപ്പെടുത്താൻ വന്നതാണ്. ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. നമ്മുടെ വീട് വിസിറ്റ് സീരീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡാണ്. 1700 സ്ക്വയർ ഫീറ്റിൽ 49 ലക്ഷം രൂപയ്ക്ക് ട്രഡീഷണലായിട്ട് നിർമ്മിച്ച ഒരു സ്വപ്ന ഭവനം. ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹസ്ബൻഡും വൈഫും തൻ്റെ സ്വപ്നങ്ങളിൽ കണ്ട വീട് സ്വന്തമായിട്ട് പണിത് ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ആ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഈ വീട് വിസിറ്റ് സീരീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡാണ്. ഇന്ന് തൃശ്ശൂർ ജില്ലയിലാണ് ഞാനുള്ളത്. ഇന്നത്തെ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആർക്കിടെക്റ്റ് പോലും ഇല്ലാതെ ഒരു ഹസ്ബൻഡും വൈഫും അവർ UK-യിലാണ്. അവർ സ്വന്തമായിട്ട് വീടുകളുടെ വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു വീട്. അപ്പോൾ ആരൊക്കെയാണ് ആ ദമ്പതികളെന്ന് നമുക്ക് പരിചയപ്പെടണ്ടേ? അപ്പോൾ നമുക്ക് അവരെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ്, നിജിത്ത്. നമസ്കാരം. ഭയങ്കര രസമുള്ള വീട്, സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാനൊന്ന് ഞെട്ടിയകത്ത് കയറി. എങ്ങനെയായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയാണ് നിങ്ങൾ ഇതിലേക്ക് ഒരു ഡിസൈനിലേക്ക് എത്തിപ്പെട്ടത്? സ്വന്തമായിട്ടൊരു വീട് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരാളുടെ സ്വപ്നമാണ്. അപ്പം അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഞങ്ങൾ പുറത്താണല്ലോ, അപ്പോൾ നമുക്ക് നാട്ടിൽ വരുമ്പോൾ ഒരു വീട് വേണം എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നപ്പോൾ വൈഫാണ് പറഞ്ഞത് ചെറിയൊരു വീട്, പക്ഷെ അത് പുറത്തുനിന്ന് കാണുമ്പോഴല്ല, നമുക്ക് ഉള്ളിൽ വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി വരണം. അതാണ് വൈഫിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിഷ്ണുവിൻ്റെ ഒക്കെ വീഡിയോകളാണ് ഞങ്ങൾക്ക് ഇൻസ്പയർ ആയത്. കുറേ വീഡിയോകൾ കണ്ടിട്ട് അതിൽ നിന്ന് ഞങ്ങൾ ഓരോ ഭാഗങ്ങളായിട്ട് എടുത്തിട്ടാണ് ഞങ്ങൾ ഇതിങ്ങനെ ഉണ്ടാക്കിയത്. അതിൽ കുറേ എന്നെ നിറയെ സപ്പോർട്ട് ചെയ്തു. ലക്ഷ്മിയുടെ കുറേ ഐഡിയകൾ അതിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് എത്തിയത്. അപ്പോൾ ഒരു ട്രഡീഷണൽ വീട് വേണമെന്നുള്ളത് വലിയൊരു മോഹമായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിന്റെ ലാൻഡ്സ്കേപ്പിൽ നിന്ന് തുടങ്ങാം. ലാൻഡ്സ്കേപ്പിൽ എല്ലാവരും ഇത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂർ സ്റ്റോൺ. ഈ ബാംഗ്ലൂർ സ്റ്റോണിന്റെ ഇടയ്ക്ക് സാധാരണ ഗ്രാസ് വെക്കാറുണ്ട്, ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെക്കാറുണ്ട്. ഇത് രണ്ടും വെക്കാനില്ല. അത് ആ ഗ്രാസ് വരുമ്പോൾ നമുക്കൊരു ട്രഡീഷണൽ ലുക്ക് പോകണമെന്നുള്ളൊരു ഇത് തോന്നി. അതുകൊണ്ടാണ് ഇതിങ്ങനെ പ്ലെയിൻ ആക്കിയിട്ടുള്ള ഒരു ഇതിടാനുള്ള കാരണം. അത് എല്ലാവർക്കും ഉള്ള ഒരു ഐഡിയ ആണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊണ്ടുവരുന്നത് എപ്പോഴും ഈ കട്ടയിടുന്നതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് അതിന് ഭംഗി പോകും. അപ്പം നമുക്കിനി ഇതിന്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ഇതിന്റെ കോമ്പൗണ്ട് വാള് ഫുള്ള് കെട്ടിയിട്ടുണ്ട്, 4 സൈഡും കെട്ടിയിട്ടുണ്ട്. ഏകദേശം ഇത് എത്ര സെന്റ് സ്ഥലത്താണ്? ഇത് 4 സെന്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. 4 സെന്റിലാണ് ചെയ്തിട്ടുള്ളത്. 1700 സ്ക്വയർ ഫീറ്റ് 4 സെന്റിലാണ് ചെയ്തത്. അതെ. 49 lakhs ആണ് ഇതിന്റെ ടോട്ടൽ ഇൻക്ലൂഡിങ് എല്ലാം. അതായത് കോമ്പൗണ്ട് വാളും ഗേറ്റ്സും ഇന്റീരിയറും എല്ലാം ഫർണിച്ചറും എല്ലാം അടക്കം അത്രയും കോസ്റ്റ് ആണ് ആയിട്ടുള്ളത്. അപ്പം ഇവിടെ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ സിറ്റ് ഔട്ട് ഒരു ചെറിയൊരു ഏരിയ, ഈ ചെറിയൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഏരിയയിൽ നമ്മുടെ വോൾ ക്ലാഡിങ്, അതായത് ആ ഒരു ട്രഡീഷണൽ സംഭവം എന്തായിരുന്നു ഈ സിറ്റ് ഔട്ടിന്റെ പറ്റി ചിന്തിച്ചപ്പോൾ ഉള്ള തോട്ട്? ട്രഡീഷണൽ ലുക്ക് വേണം എന്നുള്ളത് ഞങ്ങളുടെ രണ്ടുപേരും ആഗ്രഹമായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാഡിങ് ഇങ്ങനെ കൊടുത്തത്. ചെറിയൊരു സിറ്റിംഗ് ഷൂ റാക്ക് പോലെ ചെയ്ത് അതും ഒരു സിറ്റിംഗ് ഉള്ള ഒരു ഏരിയയും വേണമെന്നുണ്ടായിരുന്നു. അതങ്ങനെ ചെയ്തു. പിന്നെ സ്റ്റെപ്സ് ഒക്കെ നമ്മൾ ഗ്രാനൈറ്റ്സ്, പിന്നെ മാറ്റ് ഫിനിഷ് ആണ്, ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതില് നിങ്ങള് വർഷത്തില് ഒരു 2 weeks ഒക്കെ വരുന്ന ആൾക്കാരാണ്. അപ്പം അതൊരു വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് കൊണ്ടാണോ വീട് ചുരുക്കി ചെയ്യാൻ ഉണ്ടായ ഒരു കാരണം? ഞങ്ങൾക്കൊരു ചെറിയ കോസി സ്പേസ് ആണ് ഉദ്ദേശിച്ചത്, ചെറിയ വീട്. പക്ഷെ അതിന് എന്തെങ്കിലും ഒരു യുണീക്നെസ് വേണം. ഞങ്ങൾ ചെറിയൊരു ഫാമിലിയാണ്. ഞങ്ങൾ 2 പേര് 2 ചെറിയ കുട്ടികളാണ്. അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ ഉള്ള ഒരു യുണീക്നെസ്, ഒരു കോസി സ്പേസ് ആണ് ഉദ്ദേശിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആയത്. അപ്പൊ ഇനി നമുക്ക് ഈ വീടിന്റെ അകത്തളം കാണാം.
അകത്തളത്തിലേക്ക് കയറുമ്പോൾ ഇതിന് ഡോർസ് ചെയ്തിരിക്കുന്നത് അയൺ ഡോർ ആണ്. അതെ 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 അയൺ ഡോർ എന്ന് പറയുമ്പോൾ ഇത് മെയിൻ്റെനൻസിന്റെ ഒരു ഭാഗമായിട്ട് ആയിരിക്കുമല്ലോ. അതെ അതെ അതെന്ന് വെച്ചാൽ ഇതിൽ ഉള്ളിൽ എല്ലാ ചെയ്താലും ഒന്നും വുഡ് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ അടച്ചിട്ട് പോവുകയാണ്, തിരിച്ച് പോകുമ്പോൾ പിന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് വരിക, വുഡൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കംപ്ലയിൻറ്റ്സ് വരാമല്ലോ. അതുകൊണ്ടാണ് എല്ലാം സ്റ്റീൽ ചെയ്യാനുള്ള തീരുമാനം. അത് മുന്നേ തുടങ്ങുന്നതിന് മുന്നേ നമ്മളത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്, അങ്ങനെ വേണം എന്നുള്ള നിർബന്ധമായിരുന്നു. അത് സ്റ്റീൽ ഡോറിൽ തന്നെ ചെയ്തു. അതിൽ തന്നെ സ്റ്റീൽ ഡോറിൽ തന്നെ ഡിസൈൻ ഒരു മരത്തിന്റെ തന്നെ ആ ഡിസൈനുള്ള ആ ഒരു കളറുള്ള ആ ഒരു പാറ്റേൺ തന്നെ ചൂസ് ചെയ്തു. അപ്പൊ ഇനി വീണ്ടും അകത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചത്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തേക്ക് കടക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സിക്യൂഷൻ ആണ് വന്നിരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ ലിവിംഗ് സ്പേസ്. ലിവിംഗ് സ്പേസിൽ താഴെ മൊറോക്കൻ സീരീസ് ടൈൽസ് ഇട്ടിരിക്കുന്നു. ലിവിംഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സെറ്റിംഗ്സ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ സിമെന്റ് ടെക്സ്ചർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം തന്നെ നിങ്ങൾ തന്നെ കണ്ടിട്ട് പല വീഡിയോസിൽ നിന്ന് കണ്ടിട്ട് ആ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്തതാണ് അല്ലേ? അതെ അതെ, പല വീഡിയോസിൽ നിന്ന് കണ്ടിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഫർണിച്ചറുകളായാലും ടെക്സ്ചർ പെയിന്റ് അതെല്ലാം. പിന്നെയുള്ള ഇന്റീരിയറിലുള്ള കുറച്ച് പെയിന്റിങ്സ് ഇതൊക്കെയാണ് ലക്ഷ്മിയുടെ ഇതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇതിന് രണ്ടിന്റെയും ഇതിന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, വീട് വെക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് എന്നുള്ള ഒരു ഇതാണല്ലോ വീടുകളിലേക്ക് പോകുന്നത്. അപ്പൊ വീട് വെക്കുന്ന ആൾക്കാര് ശരിക്കും പറഞ്ഞാൽ ഓരോ ഐഡിയാസിനെ നോട്ടീസ് ചെയ്തിട്ട് അത് സ്വന്തമായിട്ട് നമ്മളൊരു ആർക്കിടെക്റ്റിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ ആർക്കിടെക്റ്റിന് ശരിക്കും പറഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല, അത് കേട്ടിട്ടൊക്കെ ചെയ്തിട്ട്. പക്ഷെ അവിടെ ഒരു ആർക്കിടെക്റ്റിന്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ ഇപ്പൊ എല്ലാവരോടും പറയുന്നു. പക്ഷെ നിങ്ങൾ ഈ കാണിച്ച ധൈര്യം അതൊരു അസാധ്യ ധൈര്യമാണ്. ഹാറ്റ്സ് ഓഫ് യു. ഒന്നും പറയാനില്ല. കാരണം UK ഇരുന്നുകൊണ്ട് ഈ ഡിസൈനുകൾ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ചെയ്തിട്ട് ഒരു കോൺട്രാക്ടറെ കൊണ്ട് വീട് സെറ്റ് ചെയ്തു. ആദ്യം ഒരു പേപ്പറിൽ പടം വരച്ചു, എന്നിട്ട് ഒരു എഞ്ചിനീയറുടെ കൈ കൊടുത്തു. അയാൾ ഇതിന്റെ എല്ലാം ഡയമെൻഷൻ ആക്കി തന്നു. ആ ഡയമെൻഷൻ എടുത്തിട്ട് നമ്മൾ കോൺട്രാക്ടർ കൊടുക്കും. കോൺട്രാക്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്തു. നല്ലൊരു ചേട്ടനായിരുന്നു. ആള് നമുക്ക് വേണ്ടി നന്നായിട്ട് നമ്മൾ പറയുന്ന പോലെ തന്നെ ആള് നമുക്ക് ചെയ്തു തന്നു. അതാണ്, അതൊന്നും പറയണല്ലോ, നമ്മൾ നല്ല സപ്പോർട്ട് ആള് ചെയ്തു തന്നിട്ടുണ്ട്. എന്താ പറയാ, നല്ല ഭയങ്കര ഒരു ധൈര്യമാണ് കാണിച്ചത്. കാശിന്റെ കാര്യമില്ല, പൈസ കൊടുക്കുന്ന കാര്യമില്ല. പല ആൾക്കാർക്കും പുറത്തുള്ള ആൾക്കാർക്ക് ഒരുപാട് ചീറ്റിംഗ് സംഭവിക്കുന്ന ഒരു മേഖലയാണ്. അതിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സക്സസ് ആയി തന്നെ പറയാം. അപ്പൊ ഈ ഡെക്കോർ ഐറ്റംസ് എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കളക്ട് ചെയ്തായിരിക്കും അല്ലേ? വീട് ചെയ്യാൻ പോയി തുടങ്ങുന്ന സമയം മുതൽ കളക്ട് ചെയ്ത് വെച്ചായിരിക്കും. നമ്മള് 1 year മുമ്പേ വീടിന്റെ പ്ലാൻ എടുത്തു. അപ്പൊ തന്നെ ഓരോ സ്പേസസിൽ ഇന്നത് വേണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ അതിനായിട്ട് പോയി വാങ്ങിക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ UK ഒന്നും ക്യാരി ചെയ്ത് കൊണ്ടുവരാനും പറ്റിയില്ല. അപ്പോൾ ഓരോ സമയത്ത് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഇവിടെ നാട്ടിൽ വരുന്ന സമയത്ത് എന്തെങ്കിലും എക്സിബിഷനോ എവിടെയെങ്കിലും ഒരു യൂണിക് പീസ് കാണുമ്പോൾ ഈ കോർണറിൽ നന്നാവെന്ന് വിചാരിച്ച് നമ്മളത് എടുത്ത് കളക്ട് ചെയ്ത് പെങ്ങളുടെ വീട്ടിലത് വെക്കും. എന്നിട്ട് എല്ലാം കൂടെ ഫുൾ പണി കഴിഞ്ഞപ്പോൾ നമുക്ക് അത് കറക്റ്റായി. അതിലൊന്നും പോലും എക്സ്ട്രാ വന്നില്ല. എല്ലാം കറക്റ്റ് ആ സ്ഥലത്ത് തന്നെ സെറ്റായി. വീട് വെക്കുന്നതിന് മുന്നേ വീടിന്റെ സങ്കല്പങ്ങളെല്ലാം വന്നിരുന്നു. ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു വീട് ഇങ്ങനെ തന്നെ ആവണം ആവും എന്നുള്ളത്. അപ്പം ഇനി നമ്മള് അടുത്ത പോർഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസിൽ വന്നപ്പോൾ ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് തന്നെ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നു. വാഷ് കൗണ്ടറിന്റെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു കോർട്ട്യാർഡ്, ഒരു ചെറിയ കോർട്ട്യാർഡ്. അപ്പം ട്രഡീഷണൽ വീടിന് കോർട്ട്യാർഡ് ഇല്ലാതെ പറ്റില്ല. പക്ഷെ കോർട്ട്യാർഡ് ഇങ്ങനെയും ചെയ്യാമെന്ന് കാണിച്ചു തന്നിരിക്കുക. എന്തായിരുന്നു ഇവിടെ നിങ്ങളുടെ മനസ്സിൽ വന്ന ആ ചിന്തകൾ? അത് ഒരു ഫിഡിലി ഫിഗ് വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. വലിയൊരു പ്ലാന്റ് എന്തെങ്കിലും വെക്കണം. പിന്നെ സാധാരണ പെബിൾസ് ഇടുന്നത് വളരെ കോമൺ ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം. അപ്പൊ ഞങ്ങൾക്ക് ഒരു വീട്ടിൽ ഇതുപോലെ പോട്ടറി ചെയ്യുന്ന ഒരു ചേട്ടനെ നമ്മൾ ബൈ ചാൻസ് ഓൺ ദ വേ ഇങ്ങനെ അവരുടെ വീട് കണ്ടു. അപ്പോൾ അകത്ത് കയറിയപ്പം ഇതുപോലെ കുറെ പോട്ട്സ് കണ്ടപ്പോൾ ആ സ്പേസിൽ അത് സെറ്റ് ആവുമെന്ന് തോന്നി. നമ്മളത് ചൂസ് ചെയ്തു. അത് ചെയ്തു വന്നപ്പോൾ തന്നെ അതിൻ്റെ ഒരു ലെവല് തന്നെ മാറി. പിന്നെ ഈ മൊറോക്കൻ സീരീസ് ടൈൽസിനെക്കാട്ടി കുറച്ചുകൂടെ നല്ലതായിരുന്നല്ലോ ഈ വീടിന് നമ്മൾ അത്തംകുടി ടൈൽസ് ചൂസ് ചെയ്തിരുന്നത്. എന്തുകൊണ്ടാണ് അത്തംകുടി ടൈൽസിലേക്ക് പോകാതിരുന്നത്? അത്തംകുടി ടൈൽസ് ആണ് നല്ലതെന്ന് നമുക്കറിയായിരുന്നു. പക്ഷേ നമുക്കത് പോയി കളക്ട് ചെയ്യാനും അതിനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ 2 ദിവസം മുന്നാണ് വന്നത് തന്നെ. അപ്പോൾ ആ ടൈമിൽ നമ്മളില്ലാണ്ട് അത് പോയി സെലക്ട് ചെയ്യലും ഇതും ഒരു കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഇത് ഞങ്ങൾ കഴിഞ്ഞ വെക്കേഷൻ വരുമ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട്
നമ്മൾ പേ ചെയ്ത് ഫുൾ എമൗണ്ട് കൊടുത്ത് പേ ചെയ്ത് ടൈല് കൺസ്ട്രക്ഷൻ നടക്കുമ്പോഴേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളതാണിത്. അതുകൊണ്ടാണ് അത്തം കൂടി നമുക്ക് അത്രയ്ക്ക് അവിടെ നമ്മൾ പോയി കളക്ട് ചെയ്യണം, തമിഴ്നാട് പോകണം എന്നുള്ളത് അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഇത്. അതുകൊണ്ടാണ് അത് ചെയ്യാൻ. പാലുകാച്ചിന് 2 ദിവസം മുന്നെയാണ് നിങ്ങൾ എത്തിയെന്ന് പറഞ്ഞത്. ഈ 2 ദിവസം മുന്നേ എത്തിയിട്ട് നിങ്ങൾ ഈ വീടിനകത്ത് കയറിയപ്പോൾ അല്ല വീടിന്റെ ഗേറ്റ് കടന്നപ്പോൾ നിങ്ങളെ ആ ഒരു തോട്ടം എന്തായിരുന്നു? വീടിന്റെ ഗേറ്റ് കടന്നപ്പോൾ ആദ്യം വൈഫാണ് വന്നിട്ട് നമ്മൾ ഇന്റീരിയേഴ്സ് ഒന്നും സെറ്റ് ചെയ്തില്ല, പെയിന്റിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ആയി, ഫർണിച്ചേഴ്സും കൊണ്ടുവന്നില്ല. ഇപ്പൊ എവിടെ ഇടണം എന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് അവർ കൊണ്ടുവന്നില്ല. അപ്പോൾ ആദ്യം വന്നപ്പോൾ തന്നെ നമ്മുടെ ഉദ്ദേശിച്ചത് കറക്റ്റായി, ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഇന്റീരിയേഴ്സ് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആവുന്നപ്പം മൈൻഡിലുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് നിജു എത്തിയത്. അപ്പം ഞാൻ നിജുവിന് ഒറ്റ ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുത്തില്ല ഫൈനൽ ഇതിൻ്റെ. അപ്പോൾ ഞാൻ നീ വന്ന് സർപ്രൈസ് ആവണമെന്ന് വിചാരിച്ചിട്ട് കുറേയൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്നാലും വന്ന് നോക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ആള് വന്ന് വളരെ ഹാപ്പി ആയിരുന്നു. അത് നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മുടെ ബ്രദറൊക്കെ മുന്നേ വന്നിരുന്ന കാരണം നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ആളും നമുക്ക് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റി. ബ്രദർ ഹെൽപ്പ് ചെയ്ത പോയിന്റുകളുണ്ട്, ഞാൻ നമുക്ക് ഓരോന്നോരോന്നായിട്ട് റൂമിലേക്ക് കയറുമ്പോൾ പറയാം. ശരി. പിന്നെ ഇവിടെ നമുക്കൊരു പാറ്റോയ്ക്കുള്ള സ്പേസ് നിങ്ങൾ ഇട്ടിട്ടുണ്ട്. അതെ, അത് കുറച്ച് ഇപ്പൊ ഇനി അവധി കുറവായതുകൊണ്ട് അടുത്ത വർഷത്തേക്ക് ചെയ്യാനുള്ള ആ ഒരു സംഭവമാണ്. പാറ്റോ കൂടെ വന്നു കഴിയുമ്പോൾ ഇതിന്റെ ലുക്ക് വേറെ. 2 സ്ഥലത്തോട്ട് നമുക്ക് എക്സ്റ്റൻഷൻ ഉള്ള സ്കോപ്പ് ഉണ്ട്. അവിടെ ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് പോർഷൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. 2 സാധനം എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ട് വാളുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാറ്റോ ആയി. ഇനി നമ്മൾ കിച്ചണിലേക്ക് വരികയാണ്. ഈ കിച്ചണാണ് എന്താ പറയണ്ടേ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കിച്ചൺ. ഞാൻ എപ്പോഴെങ്കിലും ഒരു വീഡിയോ വെച്ചാൽ എന്റെ കിച്ചൺ ഇങ്ങനെ ആകണം എന്ന് എന്റെ ആഗ്രഹം. വളരെ ചെറിയ കിച്ചൺ. ഇവിടെ ഇത്രയും ചെറിയ കിച്ചൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വരുന്ന സമയത്ത് ഇതിനകത്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണല്ലോ. എന്തായിരുന്നു ലക്ഷ്മി തന്നെ പറഞ്ഞു, ഇതിനെന്തായിരുന്നു ഈ കിച്ചണിലേക്ക് വന്നപ്പോൾ ആ ചിന്തകൾ? നമ്മള് നാട്ടിലാണെന്ന് തോന്നുന്നു ഈ വലിയ കിച്ചൺ വേണമെന്നൊരു കൺസെപ്റ്റ്. UK-ലൊക്കെ സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ ഉള്ള സ്പേസിൽ നമ്മൾ ഒതുങ്ങി കൂടിയുള്ള ഒരു കിച്ചൺ സ്പേസേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഈ കിച്ചൺ ഓക്കെയാണ്. എനിക്ക് കുറച്ച് സ്പേസ് അധികമായിട്ടാണ് തോന്നിയത്. ഞങ്ങൾ നന്നായി കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഫ്രണ്ട്സിനെയൊക്കെ ഹോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് ഈ സ്പേസ് അധികമായിട്ട് തന്നെയാണ് തോന്നിയത്. അതുകൊണ്ടാണ് നമ്മൾ ആ വോൾ അത് വെറുതെ ഇട്ടത്. അവിടെയും കൂടെ ഒരു കബോർഡ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് ഒരു വോള് എംപ്റ്റി വേണം, അവിടെ ഒന്നും ചെയ്യണ്ട. പക്ഷെ സ്റ്റിൽ അതങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞിരുന്നു, അവിടെ വേണമെങ്കിൽ ഒരു ഇതേപോലെ ഒരു കൗണ്ടർ ചെയ്യാം സ്പേസ് കിട്ടാനായിട്ടെന്ന്. അത് പക്ഷേ ലക്ഷ്മി പറഞ്ഞിരുന്നു അതിൻ്റെ ആവശ്യമില്ല, ഇതന്നെ മതി, ആ വാള് നമുക്ക് വേണം. ആ അതെ അതെ അതെ. ഇവിടെ പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം തന്നെ WPC മൈക്കൊട്ടിച്ചിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വർഷത്തിൽ ഒരു 20 ദിവസമാണ് മാക്സിമം ഉണ്ടാവണം വരുന്നത്. പിന്നെ എല്ലാം നമ്മളിത് അടച്ചിട്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. അത് മെയിൻ്റെനൻസ് ചെയ്ത് പോകാനും പിന്നെ എന്തെങ്കിലും വുഡൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വരിക അങ്ങനത്തെ. WPC ആകുമ്പോൾ ഞാൻ കുറേ സെർച്ച് ചെയ്തപ്പോൾ കംപ്ലൈൻറ്റുകൾ വരില്ല എന്ന് അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് അതിലേക്ക് പോകാനുള്ള ഒരു കാരണം. ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനോട് തന്നെ കണക്റ്റഡ് ആയിട്ട് ഡൈനിങ് സ്പേസിനോട് കണക്റ്റഡ് ആയിട്ട് മനോഹരമായിട്ട് വാഷ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് കൗണ്ടറിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ ലൈറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ലൈറ്റ് ആണ്. ഇതാണ് ചേട്ടൻ പ്രൊക്വയർ ചെയ്തത്. അപ്പൊ അത് എല്ലാ ബെഡ്റൂംസിലും അത് വരുന്നുണ്ട്. അതിന്റെ ആ ഒരു പീസ് ആന്റിക് പീസ്. ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം നമ്മൾ കൊടുത്തിരിക്കുന്നത് മുകളിലാണ്. ഈ മാസ്റ്റർ ബെഡ്റൂം മുകളിലേക്ക് കൊടുക്കാനുള്ള കാരണം സാധാരണ എല്ലാവരും താഴെയാണല്ലോ മാസ്റ്റർ ബെഡ്റൂം കൊടുക്കുന്നത്. നിങ്ങളുടെ തോട്ടിൽ എന്താ മുകളിൽ പോയത്? മേലെ വേണമെന്ന് വിചാരിച്ചത് നമ്മൾ ഒരു വിൻഡോ ഒക്കെ വേണം, മാസ്റ്റർ ബെഡ്റൂമിൽ വേണം എന്നുള്ളത് ഒരു നിർബന്ധമായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു എനിക്ക് അനുയോജ്യമായി തോന്നിയത് മേലത്തെ ബെഡ്റൂമാണ്. വിൻഡോ ചെയ്യാനും അതിൽ സ്പേസ് കിട്ടിയത് മേലെയാണ്. പിന്നെ കിഡ്സ് റൂം ഉള്ളതും മേലെ തന്നെയാണ്. എത്ര ബെഡ്റൂം ഉണ്ട് ഇവിടെ? 3 ബെഡ്റൂം. താഴെ ഒരു ബെഡ്റൂം ഉണ്ട്. ആ ബെഡ്റൂമും വളരെ മനോഹരമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ മുകളിലോട്ട് വന്നിട്ട് മുകളില് അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. അപ്പർ ലിവിംഗ് സ്പേസിൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള എന്താ പറയണ്ടേ ഫർണിച്ചേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഫർണിച്ചറിന് ചേർത്തിട്ടാണ് ടിവി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടിവി സ്പേസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് സിമെന്റ് ടെക്സ്ചർ ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. അവിടെ പ്ലൈവുഡും ഒന്നും കൊടുത്തിട്ടുള്ള ചെയ്തിട്ടില്ല. അത് താല്പര്യം ഉണ്ടായിരുന്നില്ല, അങ്ങനെയുള്ള ഒരു ഇന്റീരിയർ ചെയ്യണം എന്നുള്ള താല്പര്യമില്ല. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ആ ഒരു ഇത് വേണം, സ്റ്റാൻഡ്, അതിന്റെ മേലെ TV വെക്കുക, അത് തന്നെയായിരുന്നു നമ്മുടെ പ്ലാൻ. അതിലൊരു മാറ്റവും കോംപ്രമൈസും ഞങ്ങൾ തയ്യാറായിരുന്നില്ല. പിന്നെ
ആരും ചെയ്യാത്തൊരു ധൈര്യം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ മാത്രം ഇഷ്ടമുള്ളത് കൊണ്ടതാണ്. എന്നറിയോ ഈ ബ്ലാക്ക് കളർ ടൈല്? അത് ചേട്ടൻ പറഞ്ഞ വളരെ ശരിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് കുറേ പേര് അതിൻ്റെ ഇത് പറഞ്ഞു, ബ്ലാക്കിൽ പെട്ടെന്ന് അഴുക്കാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയ്ഡ് വന്ന ഇതാണ്, പിന്നെ ഡാർക്ക്നെസ് വരും, അങ്ങനെ കുറേയൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു പ്ലാനിൽ ബ്ലാക്ക്, ഈ മൊറോക്കൻ, അത് ഞങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളെ കോംപ്രമൈസിൻ്റെ ആവശ്യമില്ലല്ലോ, അത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്ലാക്ക് വന്നപ്പോൾ ഇതിന്റെ ഭംഗി അതിസുന്ദരമായി. കോൺട്രാക്ടറും പറഞ്ഞു ബ്ലാക്ക് ഇട്ടാ പണിയാവും പറഞ്ഞു. കാര്യം നമ്മുടെ നാട്ടില് ചെയ്യുന്ന ആൾക്കാർക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്. അവർ വിചാരിക്കുന്നത് കിട്ടുമ്പോ അവരുടെ കാഴ്ചയിൽ അത് ഭംഗിയാണ്, അത് അവരുടെ കാഴ്ചയുടെ മാത്രം പ്രശ്നമാണ്. അത് വേറൊരാൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടങ്ങള് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അപ്പൊ അത് നമ്മുടെ ഇഷ്ടങ്ങൾ തന്നെ. എപ്പോഴും വീഡിയോ വെക്കുമ്പോ ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാതെ കളർ പാറ്റേൺസും അതുപോലെ തന്നെ ടൈൽസ് ആയാലും അതിന്റെ ഡിസൈൻസ് ആയാലും അതുപോലെ വീടിനകത്തുള്ള ടെക്സ്ചർ ഫിനിഷിന്റെ മോഡൽസ് ആയാലും എല്ലാം നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ നോക്കുക. ഇത് ചെയ്തിട്ട് ഇത് വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെ വേറൊരാളുടെ ഇഷ്ടം നോക്കൂ, ഇതിന്റെ ഒരു ആവശ്യം. അപ്പൊ മാസപ്പെട്ടു ഇതിനകത്ത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ആംബിയൻസ് ആണ്. ബേ വിൻഡോ പറഞ്ഞ പോലെ തന്നെ ബേ വിൻഡോ വന്നിട്ടുണ്ട്. ഫർണിച്ചറൊക്കെ അതേപോലെ തന്നെ പഴയ ഒരു ട്രഡീഷണൽ ഇത് കിട്ടാനായിട്ട് ഇതെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്യിച്ചതാണോ? ചെയ്യിപ്പിച്ച് തന്നെയാണ്. അത് നമ്മൾ അതിന്റെ ഈ ലെഗ് ഇങ്ങനെ വേണം, അതിന്റെ ആ ഭാഗത്ത് നമുക്ക് ഗെയിൻ വേണം എന്നുള്ളത് അതൊരു ഡിസൈൻ നമ്മൾ ഡ്രോ ചെയ്തിട്ട് ഞാൻ കൊടുത്തത് തന്നെയാണ്. അങ്ങനെ വേണം എന്നുള്ളത് പറഞ്ഞിട്ടാണ് ചെയ്ത് തന്നെയാണുള്ളത്. ശരിക്കും പറഞ്ഞ ആർക്കിടെക്ട് ആവേണ്ടതാണ്. നമുക്ക് ഉള്ളത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിലല്ലേ ഉണ്ടാക്കാൻ നോക്കുള്ളൂ ചേട്ടാ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെയൊക്കെ വീഡിയോസ് നമുക്ക് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളില്ലെന്ന് പറയില്ല, അതിനു വേണ്ടി ഞാൻ നിറയെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നു, പിന്നെ ചെയ്തു വന്നപ്പോൾ കറക്റ്റായി വന്നു. സപ്പോർട്ട് ചെയ്തു. അതെ, ചെയ്തെന്ന വർക്കേഴ്സ് ആയാലും കേട്ടോ. ഇനി ഇതിനകത്ത് നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറയട്ടെ, ഇനി ഇവിടെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു വീടിന്റെ ഒരു കൺസൾട്ടന്റ് ആകാം കാര്യങ്ങൾ വെച്ചിട്ട്. സത്യം സീരിയസ്ലി, കാര്യം ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എൻഡ് ടു എൻഡിൽ പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഐഡിയാസും അതുപോലെ തന്നെ സംഭവങ്ങളും. ഞാനൊരു വീട് വെക്കാൻ കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ച് കുറെ നാളായിട്ടേക്കും. എനിക്കൊരു വീട് വെക്കാൻ ഇതുവരെ പറ്റുന്നില്ല. കാര്യം വീടുകൾ കണ്ട് ഒരു വീട് കാണുമ്പോൾ അടുത്ത ഇത് ഈ ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അടുത്ത വീട് കുറച്ചുകൂടെ അവസാനം ഇപ്പൊ ഞാൻ എങ്ങും തൊടാതെ സ്റ്റക്കാണ്. അങ്ങനെയും പ്രശ്നമുണ്ട് ഒരുപാട് വീഡിയോസ് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഈ ബേ വിൻഡോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് തന്നെ ചെയ്തതാണ്. അതെ, അങ്ങനെ ചെയ്തത് കൊണ്ട് കുറയ്ക്കാൻ പറ്റി. എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറ് സ്ലാബ് വാർക്കും, പിന്നെ കുറച്ച് തള്ളിയിട്ട് വാർത്തു, എന്നിട്ട് അവിടെ വിൻഡോസ് വെച്ച് അതങ്ങനെ ചെയ്ത് തന്നെയാണ്. പലരുടെയും പ്രശ്നം എന്താ പറയുമ്പോൾ ബേ വിൻഡോ ഒക്കെ പ്ലാൻ ചെയ്യുന്നത് പ്ലാനിങ് എല്ലാം ഇന്ത്യയുടെ ടൈമിലാണ്. ഇന്ത്യയുടെ ടൈമിൽ വരുന്ന സമയത്ത് എന്ത് പറ്റുന്ന ബേ വിൻഡോയ്ക്കുള്ള സ്പേസ് അഡീഷണൽ കൊടുക്കണം. പിന്നെ അത് ഈ പറയുന്ന ഇപ്പൊ ഈ നമ്മൾ ഈ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് ഈ വാർഡ്രോബിന്റെ ഗ്യാപ്പിലാണ് അത് സെറ്റിംഗ് വരിക. അപ്പൊ അത്രയും കൂടെ ഇന്റീരിയറിന്റെ സംവിധാനം കയറും, കോസ്റ്റ് കൂടും, സ്പേസ് പോകും നമ്മുടെ. അതെ, അങ്ങനെ. പിന്നെ ഇത് ഡ്രസ്സിംഗ് സ്പേസ് ഇവിടെ ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തു. ഇതിൽ കൊടുത്തിരിക്കുന്ന എന്ത് ടൈപ്പ് പറ്റില്ല നമ്മുടെ സെയിം തന്നെ നമ്മൾ താഴെ കൊടുത്ത് അത് തന്നെ WBC വിത്ത് മൈക്ക് തന്നെ നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാം തന്നെ ചെയ്തിട്ടില്ല. പിന്നെ ബാത്റൂം എന്ന് പറയുന്നത് ബാത്റൂം ഇതേപോലെ തന്നെ ഒരു ബാത്റൂം ആണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ഇല്ല, നമുക്ക് അതിൽ ബ്ലാക്ക് വേണം എന്നുള്ളത് നിർബന്ധം ഉണ്ടായിരുന്നു. എല്ലാ ഇതിലും ആക്സസറീസും ബ്ലാക്ക് വേണം എന്നുള്ളതുണ്ടായിരുന്നു, അത് ചെയ്തു. പിന്നെ അതിലൊരു വുഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഇത് സെയിമിൽ തന്നെ നമുക്ക് വേണം എന്നുള്ളത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ മേലത്തെ മാസ്റ്റർ ബെഡ്റൂമിൽ ആ സെയിമിൽ ചെയ്തു. അതിലെ ക്ലോസറ്റുകളും അങ്ങനെയൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി, എന്നാലും അത് നമുക്ക് ആള് സെറ്റ് ചെയ്ത് തന്നു. അതങ്ങനെയാണ് ചെയ്തില്ല. പിന്നെ ഇതിനകത്ത് നമ്മൾ പൂർണ്ണമായിട്ടും വുഡൻ ടൈൽസ് ആണ് ചൂസ് ചെയ്തത് അല്ലേ? അതെ, റൂം ബെഡ്റൂമിനകത്ത് ഇതിനകത്ത് കയറുമ്പോൾ ആ ഒരു ആംബിയൻസ് ഫുള്ളി സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു ഇടനാഴിയുണ്ട്. ആ ഇടനാഴി കാണിക്കാതെ പോകാൻ പറ്റില്ല. ഈ ജാളികളോടെ ഭയങ്കര പ്രത്യേക മമത ഉണ്ടാകുന്നു തോന്നുന്നു. അതെ, ഇത് സാധാരണ എല്ലാവരും ഓപ്പൺ ആയിട്ട് ഇടുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അതിനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കി കളഞ്ഞു കേട്ടോ. എന്തായിരുന്നു ഇവിടെ ഉണ്ടായ ആ ഒരു സംഭവം? ഇവിടെ ശരിക്കും ഓപ്പൺ ആയിട്ടുള്ള, ചേട്ടൻ പറഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെയായിരുന്നു. പക്ഷെ അത് അപ്പോൾ നമുക്കൊരു ഫ്രണ്ടിലെ ലുക്ക് കുറച്ച് ഒരു കുറയുന്ന പോലെ തോന്നി. അപ്പോൾ ഒരു ജാളി വർക്ക് വേണമെന്ന് ആൾക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ക്ലോസ്ഡ് ആക്കണു. പിന്നെ ഇവിടെ ഒരു ഗ്രില്ലടിച്ച് നമുക്ക് അത്യാവശ്യം കാറ്റ് കൊണ്ടിരിക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഇരിക്കാനുള്ള ഒരു സ്പേസും കൂടി കിട്ടും.
അങ്ങനെയാണ് ഇങ്ങനെ ഇതാക്കിയത്. ഇതിങ്ങനെ ആയിരുന്നില്ല പ്ലാനിൽ ആദ്യം വന്നത്, പിന്നെയായിട്ട് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്ത ഒരു സംഭവം. ശരിക്കും ഇത്രയും വീടിന്റെ കണ്ട ഒരാളെന്നുള്ള നിലയിൽ സിനിമകളും എന്തായാലും സ്വാധീനിക്കാതിരിക്കത്തില്ല. അതെ, സിനിമ സ്വാധീനിച്ച് ചെയ്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ട്. അതിൽ നമ്മൾ താഴത്തെ ഒരു നമ്മുടെ ലിവിങ്ങിൽ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു കബോർഡ് ഉണ്ടാവും. അത് നമ്മളൊരു ഫിലിം കണ്ടിട്ട് അതിൻ്റെ ഒരു സീനിൽ കണ്ടിട്ട് നമ്മളത് ലാസ്റ്റ് ആ ക്ലൈമാക്സ് സീനിലുള്ളൊരു ശ്രദ്ധിക്കില്ല. ആ ടൈമില് അതെ കറക്റ്റ് അത് ലക്ഷ്മിയായിട്ട് എനിക്ക് പറഞ്ഞത്. ഞാൻ ബാക്കിയെല്ലാം ഞാൻ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ എല്ലാത്തിനും കെയിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അത് ചോദിച്ചു, നമുക്ക് അന്ന് ആ താഴത്തെ ആ ലിവിങ് റൂമിൽ ഒരുപാട് ടി വി യൂണിറ്റ് ആയിരുന്നു താഴെ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഒരു ടേബിൾ ഇട്ടിട്ട് അതിൻ്റെ മേലെ എന്തെങ്കിലും അപ്പോഴാണ് ആ സ്കൂട്ടർ ആളുടെ കയ്യിലുണ്ടായിരുന്നത്, അത് നമുക്ക് അവിടെ വെച്ചുകൂടെ എന്ന് അങ്ങനെ ചോദിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് അത് വന്നത്. അത് പക്ഷേ നന്നായിന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ശരിക്കും കുറച്ച് നാൾ വേറെ വല്ലതും ചിന്തിച്ചൂടെ? വീട് പണി കഴിഞ്ഞു, ഇനി പക്ഷെ ഇനി ബോറിയാവും തോന്നുക, ഒന്നും ചിന്തിക്കാനില്ല, ഒന്നും കാണാനില്ല, എന്നും വിളിക്കുക ചേട്ടനെ വിളിക്കില്ല. അപ്പൊ ആളായിട്ടുള്ള കണക്ഷൻ കുറയോ. അതേപോലെ ബ്രദറിന്റെ ആയാലും ഇതിന്റെ എന്നും എല്ലാ ഫോട്ടോസും ബ്രദറിന് ഇട്ട് കൊടുത്ത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും, ഇതിങ്ങനെ അങ്ങനെ പറയും. അപ്പൊ അതിന്റെ അഭിപ്രായം അവിടെ നിന്ന് കിട്ടും. അപ്പൊ ഇനി അവരായിട്ടൊക്കെ വിളി കുറയോ വരെ പേടിയാവും. ഈ വീട് ഇപ്പൊ നമ്മള് ചെയ്തു, ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞല്ലോ. എന്തായാലും ഈ വീട് വെക്കുന്ന ഈ ഒരു വർഷത്തിന്റെ സ്പാനിടയ്ക്ക് ഈ വീട് ചെയ്തതിനകത്ത് വിഷമം ഉണ്ടായ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, ഒരു ടെൻഷൻ ഭയങ്കരമായിട്ട് ഉണ്ടാവുകയും ഒരു സങ്കടം തോന്നിയ ഒരു മൊമെന്റ് ഏതാണ്? വിഷമം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ഓരോ ഭാഗത്ത് ഓരോ കട്ട വെക്കുമ്പോഴും എനിക്ക് വീഡിയോസും ഫോട്ടോസും എൻ്റെ ചേച്ചിയുടെ മാനാണ് എടുത്ത് തന്നിരുന്നത്. അപ്പോൾ ആള് ആ ടൈമിൽ ഒരു മാസത്തേക്ക് ഇവിടെ നിന്ന് മാറി നിന്നപ്പോൾ എനിക്ക് വീഡിയോസ് കിട്ടുന്നില്ല, വർക്ക് എവിടെ എത്തി എന്നുള്ള ഒന്നും അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഒരു മാസം ഭയങ്കരമായിട്ടൊരു ടെൻഷൻ തന്നെയായിരുന്നു. അത് വീട്ടിലും പ്രകടമായിരുന്നു തോന്നുന്നു. അത് ഭയങ്കര ടെൻഷൻ തന്നെയായിരുന്നു. എന്നുവെച്ചാൽ നമുക്ക് എന്നും എനിക്ക് ഇവിടുന്ന് മോർണിംഗ് അയച്ചു തരുമ്പോൾ എനിക്കൊരു അവിടുത്തെ 3 മണിയൊക്കെ ആയിരിക്കും. ആ ടൈമിൽ ഞാൻ എണീക്കും. പക്ഷേ ഇത് എനിക്ക് എണീറ്റ് ആ ടൈം എനിക്ക് ഇതായി. ആ ടൈമിൽ തന്നെ എണീറ്റ് ഞാൻ നോക്കും വാട്സപ്പിൽ ഫോട്ടോസ് വന്നിട്ടില്ലേ. അപ്പം അങ്ങനെ കുറച്ച് വിഷമമുണ്ടായിരുന്നു ആ ടൈമിൽ. എന്തായാലും വളരെ മനോഹരമായി. ഇവിടെ കിഡ്സിന്റെ ബെഡ്റൂമാണ്, 2 കുട്ടികളാണല്ലോ, 2 പേർക്കും അതിന്റെ സംഭവം ചെയ്തിരിക്കുന്നു. പറയാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറയാൻ വാക്കുകളില്ല. ഞാൻ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോയിലെല്ലാം ആർക്കിടെക്ട് ഡിസൈനേഴ്സോ അല്ല ഒരു കോൺട്രാക്ടറോ ആണ് ആ വീടിനെ പറ്റി ഐഡിയാസ് പറയുന്നത്. കാര്യം ഒന്നുകിൽ വീട്ടിലുള്ള ഉടമസ്ഥർ ആ വീടിനെ പറ്റിയുള്ള ഒരു ഐഡിയ ജസ്റ്റ് എനിക്ക് 2 ബെഡ്റൂം വേണം, അല്ലെങ്കിൽ 4 ബെഡ്റൂം വേണം, ബാത്ത് അറ്റാച്ച്ഡ് വേണം, കിച്ചൺ ഓപ്പൺ ആയിരിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ഐഡിയകൾ മാത്രം പറഞ്ഞ് ആ വീടിന്റെ ഡിസൈൻ ചെയ്യാൻ കൊടുക്കുന്ന ഒരു നിലപാടുള്ളടുത്ത് വേറൊരാളെ അപ്രോച്ച് ചെയ്യാതെ സ്വന്തമായിട്ട് ഡിസൈൻസ് 2 പേരൂടെ ഇങ്ങനെ കോറായിട്ട് ചിന്തിച്ച് എവിടെയെങ്കിലും പോകുമ്പോൾ അവിടെ കാണുന്ന സംഭവങ്ങൾ എൻ്റെ വീട്ടിൽ വേണമെന്ന് ചിന്തിച്ച് അത് വളരെ മനോഹരമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് വീട് സുന്ദരമാക്കിയിരിക്കുന്നു. താങ്ക് യു. അപ്പം ഇനി കുറച്ച് നാളത്തേക്ക് നിങ്ങൾ എന്ത് ചിന്തിക്കും? ഇനി എന്ത് ചിന്തിക്കണോ? ഇനിയുള്ള പ്രശ്നം എന്താ അറിയാമോ? വർഷത്തിൽ 1 പ്രാവശ്യം വരുന്നത് നിങ്ങൾ 2 പ്രാവശ്യം വരും. അതെ, വരുത്തുല്ലേ? അതെ, ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മള് ജസ്റ്റ് ഒരാഴ്ചയും കൂടെ താമസിക്കായിരിക്കും. ഇതിപ്പോഴും ഒരു വീടല്ല, ഇനി ഒത്തിരി ഓർമ്മകളും ഒക്കെ നമ്മൾ ഇനിയും കളക്ടബിൾസ് ഒക്കെ കളക്ട് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ വെച്ച് മേ ബി നിങ്ങൾ 1 ഇയർ കഴിഞ്ഞ് വരുമ്പോ ഇത് വേറൊരു രീതിയിലായിരിക്കും. എനിക്ക് തോന്നുന്ന അതിങ്ങനെ നമ്മൾ അപ്പോഴും ഇത് തന്നെ ചിന്തിക്കുന്നു തോന്നുന്നു. അതെ, കൺസ്ട്രക്ഷൻ അല്ല മാറ്റുക. ശരിയാണ്, ഉള്ളിലത്തെ കുറച്ച് ഇതുകളൊക്കെ മാറ്റങ്ങൾ വരുത്താം. ഓർമ്മകളൊക്കെ നല്ലതായിട്ട്, ഒരുപാട് നല്ലതായിട്ട്, എന്താ പറയാ, എല്ലാം നല്ല സന്തോഷമായിട്ട് കാര്യങ്ങൾ വരട്ടെ. എന്നാലും ഒരുപാട് ഭംഗിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒന്നാമത് നിങ്ങൾ എന്റെ വീഡിയോസ് കൂടുതൽ കണ്ടിട്ട് അതിൽ നിന്ന് ഐഡിയാസ് ജനറേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന ജോലിയുടെ ഒരു പർപ്പസ് മീറ്റ് ചെയ്തു എന്നുള്ളതാണ്. കാര്യം ഞാൻ ചെയ്യുന്നത് കൊണ്ട് വേറൊരാൾക്ക് ഒരു വാല്യൂ അഡീഷൻ ഉണ്ടാവുക എന്നുള്ളതാണല്ലോ ബേസിക്കലി എന്റെ ഒരു ഞാൻ ചെയ്യുന്ന ഒരു ജോലിയുടെ ഒരു ഗുണം ഉണ്ടാവും. അത് ആത്മാർത്ഥത്തോടുകൂടി ചേട്ടൻ ചെയ്ത കാരണം മറ്റുള്ളവർക്കും അതിന്റെ ഗുണങ്ങൾ കിട്ടി. അപ്പൊ അതൊരു വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ എന്നെ ഇത് ചെയ്യാനായിട്ട് വിളിച്ചതിനും എനിക്കിങ്ങനെ ഒരു വ്ലോഗ് ഇവിടെ ചെയ്യാൻ കഴിഞ്ഞതിനും വളരെ സന്തോഷം.
ഒരുപാട് നാള് സന്തോഷത്തോടു കൂടി എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി സർവേശ്വരൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ. അപ്പം നമ്മളുടെ വീഡിയോ ഇന്നൊരു വെറൈറ്റി ആയിപ്പോയി. തീർച്ചയായിട്ടും സ്വന്തമായിട്ട് ഒരു വീട്ടിലുള്ള ആൾ തന്നെ വീട് നിർമ്മിച്ച കഥയാണ് നമ്മളിന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ വിഷ്ണു വിജയൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.